ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനാ ഉണ്ടാക്കാൻ പോകുന്നത്. അച്ചമ്മച്ചി അരിഞ്ഞു തരുന്നൊക്കെ ഉള്ളൂ. കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചിക്കൻ. അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? ചിക്കൻ ഫ്രൈ ആണോ കറിയാണോ എങ്ങനെ? അച്ചമ്മച്ചി അരിയുന്ന കറിക്കുള്ളതാ. പക്ഷെ കുഞ്ഞിയുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആട്ടോ. കുഞ്ഞി അച്ചമ്മച്ചി അരിയുന്ന പോലെ അരിയാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞിന്റെ വിരല് കിടക്കും. കുഞ്ഞി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ അരിയുവാണ്. കുഞ്ഞിയുടെ വിരല് സവാളയുടെ കൂടെ അരിയോ? ഞാൻ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയിരുന്ന അരിയാത് മുഴുവൻ കണ്ടോ? കുഞ്ഞിക്കറിയാവോ ഇങ്ങനെ ചെയ്യാൻ? ഇങ്ങോട്ട് നോക്ക് കണ്ടോ? എന്നെ എങ്ങോട്ട് നോക്കിയിരുന്നു എന്നാ വേണേലും വരിക ഞാൻ. അതിന് മുമ്പ് എടുക്കുമായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. എന്നാന്ന് ചോദിച്ചെന്നാ ഇഞ്ചി ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടാ മതിയോ അതോ വേറെ അരിയണം? ഇത് ഇഞ്ചി ഇരിക്കുന്നു ഇതിനകത്ത്. അരിയൽ മത്സരമൊക്കെ ഉണ്ടായിരുന്ന അച്ചമ്മച്ചീനെ കൊണ്ടുവരുന്നു ഫസ്റ്റ് കിട്ടിയാനെ. അല്ലെ ഞാനവിടെ സദ്യക്ക് പോകുന്നിടത്തൊക്കെ അരിയുമ്പോഴേ ഏറ്റവും കൂടുതൽ അരിയുന്നത് ഞാനാ. ഏറ്റവും സ്പീഡിൽ അരിയുന്നത് ഞാനാ. നമുക്ക് ചിക്കൻ ഫ്രൈയും കറിയൊക്കെ ഉണ്ടാക്കിയേക്കാം. മെയിൻ ഷെഫ് നോക്കി നിൽക്കത്ത് മാത്രമേ ഉള്ളൂ. നമ്മളെ സാധനങ്ങളെല്ലാം റെഡിയാക്കി കൈ കൊടുക്കണം. ഇതെല്ലാം പൊളിച്ച് അരിഞ്ഞ് കഴുകി റെഡിയാക്കി കൈ കൊടുത്തപ്പോ ഉണ്ടാക്കാൻ വന്നു. ആ വലിയ ഷെഫുകൾ അങ്ങനെയാ. വിളിച്ചാ മതി. അസിസ്റ്റന്റുമാര് ചെയ്യണ്ടേ? ഇത് തന്നെ ഇനി ചെയ്യണ്ടേ? ഇതിനി നമുക്ക് ചൂടാക്കാം. ഇത് വറ്റൽമുളക് മാത്രം ചൂടാക്കാം. അപ്പം നമ്മുടെ മുളകെല്ലാം ചൂടാകുന്നുണ്ട്. ഇനി തന്നെ അമ്മ ഇതൊന്ന് നല്ലപോലെ ചൂടാക്കല്ലേ. ഇത് പൊടിയാൻ താമസം പാടെ. ഇതിന്റെ ഈ തൊലി ഉണ്ടല്ലോ അത് പൊടിയത്തില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. തവി എടുത്ത് അതെ അതെ അങ്ങോട്ട് ചൂടാകുന്നില്ലെന്നേ മുളക്. തീ കൂട്ടിയിട്ട് അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ചട്ടി ചൂടാവുന്നില്ല മുളക്. അല്ല ചട്ടി ചൂടായി മുളക് ചൂടാവുന്നില്ല. മുളക് ചൂടാക്കി നമ്മള് ഫ്രൈക്കുള്ള മസാല ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആട്ടോ. ആയോ അത്? ചൂടായില്ലേ? ഞാൻ തൊടുന്നില്ല പിന്നെ കൈ പൊള്ളിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് കോരിയെടുത്തേക്കാം. ഇനി നമുക്ക് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തേക്കാം. കുരുമുളകും വത്തൽ മുളക് ചുട്ടെടുത്തതായിരുന്നു. നമ്മൾ ചൂടാക്കി എടുത്തതും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ മല്ലിയില, കറിവേപ്പില എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ചിക്കൻ ആയോണ്ടേ കുഞ്ഞിക്ക് നല്ല ഉത്സാഹമാണ് കേട്ടോ പാചകം ചെയ്യാൻ. പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആണോ? ഇനി ആ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച അതും കൂടി ഇതിനകത്തോട്ട് മിക്സ് ആക്കുമോ? ആണോ? ഞാനൊരു പാത്രം എടുത്തോട്ടെ. അപ്പം നല്ല നമ്മുടെ അടിപൊളി മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ അരച്ചു വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ മസാല അരച്ചു വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തനോളം കുരുമുളകും ഇതും കൂടെ ഇട്ട് കൊടുക്കാം. മസാലയും കൂടെ മിക്സ് ചെയ്യാനാണോ? വത്തൽമുളകും കുരുമുളകും കൂടെ ചതച്ചില്ലേ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചുമന്ന് തുടുകൂടാന്നിരിക്കാൻ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി കളറിന് വേണ്ടിയാണോ? വേണ്ടി നമ്മള് കുരുമുളകും വത്തൽമുളകും ഒക്കെ ഇട്ടല്ലോ. പിന്നെ കോൺഫ്ലവറും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. കുഞ്ഞിയെ ഷെഫാക്കി അടങ്ങത്തുള്ളൂ. ഇനി നമുക്ക് 2 നാരങ്ങ കൂടെ മുറിച്ചിട്ട് കൊടുത്താലോ? നാരങ്ങ നീരിനകത്താണോ? മുറിച്ചിട്ടു. കൈ മുറിയും. മസാലയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മതി.
ഇനി നമുക്ക് കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇങ്ങനെയാണോ നാരങ്ങ പിഴിയുന്നത്? കൈ ഇങ്ങനെ പിടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പിടിയെടുക്കുന്നു. പിഴിയാൻ പറ്റുന്നില്ല, കൈക്ക് വേദന എടുക്കുന്നു. ദൈവമേ, ഈ അസിസ്റ്റന്റിനൊക്കെ എന്നാത്തിന് നിർത്തിയേക്കുന്നതാണോ ഇതൊക്കെ? ഞാൻ ചെയ്യുമ്പം അയ്യോ വേണ്ട ചെയ്യെന്ന് പറയണ്ടേ? അല്ല, പണിയെടുക്കാൻ പറ്റാത്തയാലും മെയിൻ ഷെഫ് പണിയെടുക്കാൻ നമ്മളും ക്രെഡിറ്റ് തട്ടാൻ. അതെ അതെ അതെ. ചിക്കൻ ആരാ കഴുകി വെച്ചേ? ഞാൻ. ഇനി ഇളക്കി കൊടുത്തേക്കട്ടെ. പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? നല്ലപോലെ മിക്സ് ആകണം കേട്ടോ മസാല. മസാല മിക്സ് ആവുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. നല്ലപോലെ മിക്സ് ആയിട്ട് ചിക്കൻ അതിനകത്തിട്ട് നല്ലപോലെ മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വേണം ഫ്രൈ സെറ്റ് ചെയ്യാൻ. ആക്കാൻ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണോ? വേണ്ട, വെളിച്ചെണ്ണ വേണ്ട. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത് കൊള്ളാലോ. വെള്ളം ഒഴിക്കാൻ വേണോ? വെള്ളം വേണ്ട, വെളിച്ചെണ്ണ വല്ല ഒഴിക്കും. ടേസ്റ്റ് പോവോ? ഇവൻ ഈ റെസിപ്പി എല്ലാം കുളവാക്കുന്ന കേട്ടോ. അതൊഴിച്ചു കൊടുക്കും ഇതൊഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മതി. ചെറുതായിട്ട് ഒന്നുകൂടെ ലൂസ് ആണോ അല്ലേ? മതി. പിന്നെ അങ്ങനെ നോക്കാം. ഉപ്പൊക്കെ മസാലക്ക് ഉപ്പുണ്ടോന്ന് അറിയണ്ടേ? അത് കഴിക്കാൻ നേരം നോക്കാം. ചിക്കൻ ഉപ്പില്ലെങ്കിൽ അന്നേരം കുറച്ച് പെരട്ടി കൊടുത്തു. മതി മതി, കറക്റ്റാ. ചിക്കൻ എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കും. ചിക്കൻ ഇട്ട് കൊടുക്കൂ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണേ. പിന്നെ ഇന്ന് ഞാൻ തിരുമി പിടിപ്പിക്കും. ചിക്കൻ ആണെങ്കിൽ നമ്മൾ എന്നാ വേണം. ഇന്ന് നമ്മുടെ ചിക്കൻ എന്റെ കൈപുണ്യം കൊണ്ടാന്ന് നിങ്ങൾ പറയണേ. ഇപ്പോഴേ പറഞ്ഞേക്കാം വേണമെങ്കിൽ. അതെ അതെ. അച്ചമ്മച്ചി അവിടെ പോയിരുന്ന ആരാണ്ടെല്ലാം ഫോൺ വിളിക്കുന്നുണ്ടോ? സീരിയൽ കാണിച്ചാ മെയിൻ? ഇല്ല. ഇല്ലേ? ഇന്നെന്തോ അത്ഭുതം ഉണ്ടല്ലോ, ഇന്ന് കാക്കമലന്ന് പറക്കും. ആണോ? മസാലയൊക്കെ സെറ്റായോ? പിന്നെ നല്ല പിടിച്ച് സെറ്റായിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. ഇപ്പൊ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെങ്കിലേ ഒരു അരമണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് വെച്ചേക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പൊ നമ്മുടെ എണ്ണ എല്ലാം ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇതുക്ക മസാല എല്ലാം പെരട്ടി വെച്ചത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിട്ട് അത് പൊട്ടിത്തെറിക്കുന്ന വേണ്ടി അമ്മ ഇട്ടോട്ടെ. നീ ഓടുവാണോ? അങ്ങനെ നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് നിൽക്കുമായിരുന്നേ. അപ്പൊ നമുക്കിതൊരു 2-3 ട്രിപ്പായിട്ടിട്ട് കോരി എടുക്കാം. എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ. ഷടുപടേന്ന്. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടേ. കോരിയേക്കാം. എവിടെ ആയിരുന്നു ഷെഫ് ഇത്രയും നേരം? ഷെഫ് അസിസ്റ്റന്റിനെ പണിയൊക്കെ അതെ, ഇട്ടോന്ന് പറഞ്ഞിട്ട് പോകുന്ന കണ്ടതാ, പിന്നെ ഇപ്പഴാ കാണുന്നേ. അതിനിടെ ഒരു കൈ വരുന്നുണ്ട്. അതെ, കൈ വരുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കണ്ടേ? ചൂടാ. അതെ, എടുത്ത് വായിലിടല്ലേ. ഉപ്പ് നോക്കാൻ നേരമൊക്കെ ആള് വരുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു ആദ്യം കോരിയപ്പോ. അന്നേരം നിങ്ങളെ വിളിച്ചാലേ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കോരുമ്പോഴത്തേന് ഇതൊന്നും കാണുമല്ലെന്ന് എനിക്കറിയാം. നമ്മുടെ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ. നമുക്ക് കുറച്ച് ഇത് പിടിച്ചേ ഷെഫ്, ഇതൊന്ന് പിടിച്ചേ. ഷെഫിനെ എണ്ണ തെറിപ്പിക്കാനാണോ? ഇല്ലല്ല, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണ്ടടാ. നീ അതിലോട്ട് ഇടണ്ടായിരുന്നു, ഇതിനകത്ത് തന്നെ വെച്ച് ഫ്രൈ ആക്കി. അത് വറുത്ത് ഇതിന്റെ കൂടെ മേളിലോട്ട് വെക്കാനോ? ഡെക്കറേഷൻ. ഒരു കാര്യം ചെയ്യും, ഏതായാലും ചുമ്മാ നിൽക്കുമല്ലോ, ഇതൊന്ന് ഇതിനകത്തോട്ട് അടുക്കി വെച്ചേ. അത് കൊള്ളാം. കൊള്ളാം അല്ലേ? അത് പറ്റത്തില്ല. നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഇതിന്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. തീർന്നിട്ടില്ല, കുറച്ച് പണിയും കൂടെ ഉണ്ട്. നാരങ്ങ,
കുറച്ച് സവാള ആയിരിക്കും. കുഞ്ഞി എത്തി നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ആവട്ടെ. അച്ചമ്മച്ചിയും നോക്കുന്നുണ്ട്. അതാ കൊതിച്ചി. അച്ചമ്മച്ചിക്ക് ഇതൊന്നും തിന്നാൻ കൊതിയില്ല. എനിക്ക് തലവേദന എടുക്കുന്നുണ്ടാ ഞാൻ മാറിയില്ല. ചുമയുണ്ട്, ജലദോഷത്തിന്റെ. ഏതേലും തല തിരിയുമ്പോ ചൂണ്ടാനേ അടുക്കളയിലോട്ട് കയറി ചുമക്കാൻ തുടങ്ങും. എന്നാ കഴിച്ചേക്കാം. കഴിച്ചു നോക്കിയാ, ടേസ്റ്റ് നോക്കിയാ. കഴിച്ചിട്ട് പറഞ്ഞേ. എങ്ങനുണ്ട്? കഴിക്കട്ടെ. കൊള്ളാം, സൂപ്പറാ. ആണോ? കൊള്ളാം കൊള്ളാം. അമ്മ കഴിച്ചു നോക്കി. ഞാൻ നോക്കിയായിരുന്നു. എങ്ങനുണ്ട്? അടിപൊളിയാ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ലോ, സൂപ്പറായിരുന്നു. ദൈവമേ. അത് കൊള്ളാം. നല്ല കൗണ്ടർ കേട്ടോ. പണി ചെയ്യാൻ ബാക്കിയുള്ളവരും സമയമാകുമ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാനായിട്ട് വേറെ ആൾക്കാരും അല്ലേ? ക്രെഡിറ്റ് വേണ്ടേ? അതെ 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 അതെ. നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയായി, കഴിച്ചു. ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ അല്ലേ? അപ്പൊ ഈ അടുക്കളയിൽ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ ഒരു നല്ല പ്രത്യേക ഇരുന്നിരുന്ന് ആ ഡൈനിങ് ടേബിൾ വെറുതെ ഇരുന്ന് പോവാ. ഇതല്ലേ നല്ലത്? ഞങ്ങൾക്ക് ഇവിടെ എളുപ്പം. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അവിടെ പോയി പെറുക്കാൻ പോകണ്ട. അതെ. വിളമ്പി അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഫ്രൈ ഒക്കെ സൂപ്പറാണോ? സൂപ്പറാ, അടിപൊളിയല്ലേ? അപ്പം പക്ഷേ ഒന്നിനും ഒരു ഉത്സാഹം എനിക്ക് തോന്നുന്നില്ല. അതാ തലവേദനയുടെ. ചുമച്ചോണ്ടാ തലേ. അതെ അല്ലേ? നമുക്ക് നാളെ കേട്ടോ, ഇവിടുത്തെ മരുന്നെല്ലാം തീർന്നു. ഇനിയിപ്പം നാളെ പോയി വേറെ സ്പെഷ്യൽ മരുന്ന് വാങ്ങിക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.